ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഉമാ കണ്ണൻ വേൾഡ്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഫിഷ് മസാല പൗഡറാണ്. അപ്പം അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ മല്ലി എടുത്തിട്ടുണ്ട്, ഒരു 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഡ്രൈ ചില്ലി ഉണക്കമുളക് 4 എണ്ണം. പിന്നെ പെരിഞ്ജീരകം അത് 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. സാധാരണ ജീരകം 1 ടീസ്പൂൺ. കുരുമുളക് അതൊരു 3/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് റവ അല്ലെങ്കിൽ നമുക്ക് പുട്ടിൻ്റെ പൗഡർ അതൊരു 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. കോൺഫ്ലവർ കുറച്ച് എടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ. മുളക് പൊടി ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തേക്കുന്നത്, അത് 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. എരിവിന് വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കൂടുതൽ എടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂണാണ് എടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഉപ്പ്. ഇത്രയുമാണ് ഈ ഫിഷ് മസാല പൗഡർ ഉണ്ടാക്കാൻ വേണ്ടി. ആദ്യം നമുക്ക് മല്ലി, മുളക്, പെരിഞ്ജീരകം, ജീരകം, കുരുമുളക് ഇത്രയും ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കാം. മല്ലി, മുളക്, കുരുമുളക്, പെരിഞ്ജീരകം, ജീരകം ഇതൊന്ന് നമുക്ക് നല്ലോണം ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു 2 മിനിറ്റ്സ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്താൽ മാത്രം മതി. നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്തതെല്ലാം മിക്സിയുടെ ഒരു ചെറിയ ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് റവ, കോൺഫ്ലവർ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇതൊന്ന് നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്നിച്ച് നമുക്ക് പൗഡേർഡ് ആക്കി എടുക്കാം. ഇതിനോടൊപ്പം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് പൗഡേർഡ് ആക്കി എടുത്തുകൊണ്ട് വരാം. നമ്മുടെ ഫിഷ് മസാല പൗഡർ റെഡി ആയിട്ടുണ്ട്. ഈസിയാണ് ഉണ്ടാക്കി എടുക്കാനായിട്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. നമുക്കിനി ഒരു ഫിഷ് ഈ പൗഡർ വെച്ചൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. നമുക്ക് ഇവിടെ ഒരു ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ഫിഷ് മസാല വെച്ചിട്ട് ഞാനിവിടെ 1 ടീസ്പൂൺ ഫിഷ് മസാല എടുത്തിട്ടുണ്ട്. കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, ജിഞ്ചർ ഗാർലിക് ഇതിൻ്റെ പേസ്റ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫിഷിൽ നമുക്കൊന്ന് മിക്സ് ചെയ്ത് ഒരു 3 മിനിറ്റ്സ് വെക്കാം. ഫ്രൈയിങ് പാനിൽ കുറച്ച് കോക്കനട്ട് ഓയിൽ ചേർത്തിട്ടുണ്ട്, വെളിച്ചെണ്ണ. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് നമ്മളിതിലേക്ക് ഫ്രൈ ചെയ്യാനായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ മിക്സ് ചെയ്തപ്പോഴത്തേക്കും വെളുത്തുള്ളി, ജിഞ്ചർ ഇതിൻ്റെ പേസ്റ്റ്, ഇഞ്ചിയുടെ പേസ്റ്റ്, പിന്നെ കുറച്ച് നാരങ്ങ നീര്, പിന്നെ നമ്മൾ പൗഡേർഡ് ആക്കി വെച്ച ഫിഷ് മസാലയുമാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. നമ്മൾ ഉപ്പ് ചേർത്തിട്ടുള്ളത് കൊണ്ട് ആവശ്യത്തിന് ഉപ്പ് വേണോ നോക്കിയിട്ട് ആ മിക്സിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ ചേർക്കണ്ട. നല്ലോണം നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. നമ്മുടെ ഫിഷ് മസാല പൗഡർ വെച്ച് ഫിഷ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഈസിയാണ് നമുക്ക് ഈ ഫിഷ് മസാല പൗഡർ ഉണ്ടാക്കാനായിട്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നൊരു 4 മിനിറ്റ്സ് മതി നമുക്കിത് പൊടിച്ചെടുക്കാനും എല്ലാത്തിനും കൂടെ ചേർന്ന്. ഇങ്ങനെ കുറച്ച് പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴെങ്കിലും ഫിഷ് മേടിക്കുമ്പോൾ അതിലേക്ക് ഈ പൗഡർ ഇടുക. നമുക്ക് കുറച്ച് നാരങ്ങ, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചിയുടെ പേസ്റ്റ് ഇട്ട് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ്സ് വെച്ചതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. താങ്ക് യു ഫ്രണ്ട്സ്.